ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ ഈ മാസത്തെ റെസിപ്പീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ എത്ര നോമ്പിന് വേണ്ടിയിട്ട് ചിലർക്ക് ജസ്റ്റ് പഴയ കടികൾ വേണം, പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇതുമാതിരി സാൻഡ്വിച്ചസ്, റോൾസ് അങ്ങനത്തെ എന്തെങ്കിലും വേണം. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ഡിഷ് കുട്ടികൾക്കായിട്ട് വേണ്ടിയിട്ട് തന്നെ, പിന്നെ ചില നമ്മളെപ്പോലത്തെ ആക്കും കൂടി ഇത് കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിന് ബർഗറിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഒരു ഗ്രൈൻഡർ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിതിപ്പോൾ 1/2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ 1/2 കിലോന് തന്നെ നമ്മൾ ഏകദേശം 5-6 ബർഗർ പാറ്റീസ് നമുക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റും പിന്നെ പച്ചമുളകൊക്കെ വേണ്ടിയിട്ടിടുക. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉള്ളിയാണ്. ഉള്ളി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ പീസ് മതി. ഒരു ഉള്ളിൻ്റെ പകുതി എടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ 3 ബ്രെഡാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് ബ്രെഡ് എന്നെല്ലാം പറയുമ്പം ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഒന്ന് മിക്സായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ചുവന്ന മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഗരം മസാലപ്പൊടി, ജീരപ്പൊടി അതൊക്കെ ഇടാം. പക്ഷെ ഞാൻ ഇത് ജസ്റ്റ് കൂടുതൽ ചില്ലി ഫ്ലേക്സും റെഡ് ചില്ലി പൊടിയൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ചപ്പും ഇടുക, മല്ലിച്ചപ്പ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ബർഗർ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പം ചങ്ക് പീസസാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ചേരി പീസ്, നമ്മൾ തൈസിൻ്റെ പീസ് അതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പീസും ഒരു ചങ്കി പീസുമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ബർഗർ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അത് ശ്രദ്ധിക്കാം. നമ്മൾ എപ്പോഴും ഒരു മറ്റേ ബ്രസ്റ്റിൻ്റെ പീസ് മാത്രം എടുക്കാൻ പാടില്ല. അന്നേരം ബർഗർ അത്ര ഒരു സോഫ്റ്റ് കിട്ടില്ല. അപ്പോൾ 2 പീസ് എടുത്തിട്ട് വേണം നമ്മളിപ്പം ബർഗറിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, ചിക്കൻ പീസസ് അങ്ങനെ എടുക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഗ്രൈൻഡറിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പം പാറ്റീസെല്ലാം ആക്കുമ്പം ഇത് മിൻസാകാൻ പാടില്ല. കുറച്ചേ ആകാൻ പറ്റും. പ്യൂരി പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ കാണിച്ച പോലെ 2 ഷീറ്റ് വെച്ചിട്ടാണ്, വലിയ സൈസ് ബോൾ ആക്കിയിട്ടാണ് ഞാനിപ്പം പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ ബർഗറിൻ്റെ പ്രസ്സേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇതിങ്ങനെ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റ് ആക്കുന്നത്. എത്ര സൈസ് വേണം, ഇപ്പോൾ നിങ്ങൾ ബന്നനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബർഗർ ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ കിട്ടുന്ന ബന്നിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് ഞാനിതിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലേക്സ് എടുത്തിട്ട് 2 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടി ജസ്റ്റ് ഒരു ടീസ്പൂൺ മാത്രം ഇട്ടിട്ട് അത് പൊടിച്ചിട്ട് എടുക്കുന്നതാണ്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആക്കുന്നത്. പിന്നെ 2 മുട്ടയാണ് പിന്നെ എടുക്കുന്നത്. അതും ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് ഇത് മിക്സാക്കി കൊടുത്താൽ മതി. പിന്നെ പാറ്റീസ് എടുക്കുമ്പോൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇത് കുറച്ച് തിൻ സ്ലൈസ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് തിന്നാവുമ്പം ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് എടുക്കാനും മുട്ടയിൽ മുക്കിയിട്ട് എടുക്കാനും കോട്ടിങ് ചെയ്യാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് ബർഗറിൻ്റെ. നമ്മൾ വീട്ടിൽ നിന്ന് ആക്കുന്നത് മാത്രമല്ല, പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നമുക്ക് അതൊരു ഉറപ്പില്ല ഇത് എങ്ങനത്തെ മീറ്റ് ആയിരിക്കും ഇതിൽ ചേർത്തിട്ടുണ്ടായാൽ ഒന്നും അറിയില്ല. അപ്പോൾ തിൻ സ്ലൈസ് ആകുമ്പോൾ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ രണ്ടാമത് ഞാൻ കാണിച്ചു തരുന്നത് കുറച്ച് കട്ടി കൂടിയിട്ട് ചെറിയ സൈസ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു തരുന്നതാണ് എങ്ങനെ ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അത് എടുക്കാൻ ഈ മുട്ടയിൽ മുക്കിയിട്ട് കോട്ടിങ്ങൊക്കെ ചെയ്യാനും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് തിക്ക് സ്ലൈസ് ആയതുകൊണ്ട്. പിന്നെ ഇത് പൊട്ടുന്നതോ നിങ്ങൾക്ക് കാണാൻ ഇതൊന്ന് പൊട്ടുകയോ ഒക്കെ ഒന്നും ആകുന്നില്ല, നല്ല കറക്റ്റ് അളവാണ് ഇത്. അപ്പം ചിക്കൻ്റെ പീസസാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നന്ന ചേരി പീസ് എടുക്കണ്ട, 2 മിക്സ് ആക്കിയിട്ട് എടുക്കണം. സോഫ്റ്റും കുറച്ച് ഹാർഡ് പീസായിട്ടാണ് നമ്മൾ ചിക്കൻ പീസസ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കോട്ടിങ്ങൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എനിക്കിത് ഇപ്പോൾ 2.5 kg എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കോഴിൻ്റെ പകുതി ഭാഗം ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു അളവിൽ ബണ്ണിൻ്റെ സൈസ് നോക്കിയിട്ടാണ് ഞാൻ ഇപ്പം പാറ്റീസ് ആക്കിയത്. അപ്പോൾ ആ അളവിൽ ചെയ്യുമ്പം എനിക്ക് ഏകദേശം ഒരു 6 ബർഗേഴ്സ് ആക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കോട്ടിങ് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിപ്പം നോമ്പിനേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ചെറിയൊരു കണ്ടെയ്നറിലേക്ക് ഇങ്ങനെ ഷീറ്റ് വെച്ചിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അടിപൊളി ടേസ്റ്റ് മാത്രമല്ല ഈസിയുമാണ്. ഇപ്പം പെട്ടെന്ന് ഒരു ബർഗർ വേണമെന്ന് നിങ്ങൾ വീട്ടിൽ സാധനങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ബർഗർ വേണമെന്നുണ്ടെങ്കിൽ ബർഗർ ആക്കേണ്ട ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പിന്നെ ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം.
വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ഫ്രഷ് ആയിട്ട് ആയതുകൊണ്ടും കൂടുതൽ ഒരു 5 ദിവസത്തിൻ്റെ അപ്പുറം നിങ്ങൾ വെക്കണ്ട. ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇത് കഴിച്ച് തീർക്കണം. ഇതിപ്പോൾ ഓയിൽ ഫ്രൈ ചെയ്യുന്നതാണ്. ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല, കുറച്ച് ഷാലോ ഫ്രൈ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം സ്ലോ ഇത് ഫ്ലെയിം ലോ ഹീറ്റിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ഞാനിപ്പം ഇങ്ങനെ മെല്ലനേന്ന് നോക്കിയിട്ട് സ്ലോ കുക്കിങ്ങാണ് ചെയ്തത്. കാരണം ഉള്ളിലെല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കളറ് നന്ന് ബ്രൗൺ ആക്കിയിട്ടില്ല, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലാണ് ഇത് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ മസാലപ്പൊടികൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പൈസി വേണമെങ്കിൽ, നല്ലൊരു സ്പൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടികളൊക്കെ കൂട്ടാം. പിന്നെ പച്ചമുളക് അരച്ചിട്ട് ഒഴിക്കുക, കടിക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ചേർക്കുക, പൊടികളൊക്കെ ചേർക്കുക. ഇതിപ്പോൾ ഞാനിപ്പം ബന്നാണ് എടുത്തിട്ടുള്ളത്, മയനീസ് ചേർക്കുന്നുണ്ട്. പിന്നെ ഫില്ലിങ്സൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് അനുസരിച്ച് നോക്കുക. തക്കാളിയും ഉള്ളിയും കെച്ചപ്പ് വേണമെന്നവർക്ക് കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. എനിക്ക് പൊതുവേ കെച്ചപ്പിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമല്ല. അപ്പം മോനിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അസംബിൾ ചെയ്യുന്നത്. മോനിക്ക് കെച്ചപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചീസ് സ്ലൈസ് അതിൻ്റെ മേലെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈങ് പാനിൽ മേലെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റാക്കി എടുത്തതാണ്. അപ്പോൾ മെൽറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മളെ ബർഗർ നോക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ബർഗറാണ്. പിന്നെ എനിക്ക് ചപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ ചപ്പ് വേണമെങ്കിൽ, ലെറ്റസിൻ്റെ ചപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ചപ്പ് ചേർക്കാണ്ടാണ്. ഇതിപ്പം കഴിച്ചിട്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മതിയായിട്ടില്ല. ഞാൻ ജസ്റ്റ് 6 ആക്കിയിട്ടുണ്ടായിരുന്നു, 4 ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലത്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയാം.